ഇതുകൊണ്ടും തീരുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും മിതത്വവും മാന്യതയും വേണമെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. നടി ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഓവർ അല്ലേ എന്ന്, ഓവർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, ഓവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, അതായത് കൂടുതലായിട്ട് അവർ വസ്ത്രം ധരിക്കുന്നു, അമിതമായിട്ട് വസ്ത്രം ധരിക്കുന്നു, ശരീരം കൂടുതൽ മറയുന്ന രീതിയിൽ ഓവറായിട്ട് വസ്ത്രം ധരിക്കുന്നു എന്ന് ഒരു വട്ടമെങ്കിലും തോന്നാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് രാഹുൽ ഈശ്വർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ എന്ന് ഒരിക്കലെങ്കിലും തോന്നാത്ത ഒരാൾ പോലും കാണില്ല. അപ്പം ഹണിയും ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് മിതത്വവും പക്വതയും കാണിക്കണം, അല്ലെങ്കിൽ മിതത്വം കാണിക്കണമെന്ന് പറയുന്നത് ഹണിയെ വിരോധമുള്ളത് കൊണ്ടല്ല, ഹണിയോട് എതിർപ്പുള്ളത് കൊണ്ടല്ല, ഹണി എന്ന കലാകാരിയോട് ആദരവ് തന്നെയാണ്, ആ കലയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പൊതുരംഗത്ത് പോകുമ്പോൾ, പൊതുവേദികളിൽ പോകുമ്പോൾ, ഇനോഗ്രേഷന് പോകുമ്പോൾ കുറച്ചൊരു മയവും മിതത്വവും ഉണ്ടാകണം. ഇതിനപ്പുറം എങ്ങനെ എനിക്ക് പറയാൻ കഴിയുക? കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. ഹണിയുടെ എനിക്ക് വരെയുള്ള വിമർശനം ഞാൻ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു, വിയോജിക്കുന്നു, പക്ഷെ അതിനെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. അമ്പലത്തിലും പള്ളിയിലും അടക്കം ഡ്രസ് കോഡുകളുണ്ട്, പരിശുദ്ധ വത്തിക്കാനിലടക്കം ഡ്രസ് കോഡുകളുണ്ടെന്ന് ഹണി ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണണം. അതുകൊണ്ട് അമ്പലത്തിലും പള്ളിയിലും ഡ്രസ് കോഡുണ്ട്. കഴിഞ്ഞ ആഴ്ച കേരളം ഡിബേറ്റ് ചെയ്തതാണ്. ഹണി എന്നെ വിമർശിക്കുന്ന എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ ഈ അവസരത്തിൽ ഹണിയോട് പറയാനുള്ളത്, ബോച്ചയ്ക്ക് വിശാല മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ഷമ കൊടുക്കാനോ ഉള്ള മനസ്സുകൂടി കാണിക്കണം. ഭാരതീയ ന്യായ സംഹിത 75 4 ഉപവകുപ്പ് പ്രകാരം 1 3 വർഷം ജയിലിലിടേണ്ട ഒരു കുറ്റമാണ് ബോച്ചെ ചെയ്തതെന്ന് ഹണി പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് മാപ്പ് കൊടുത്ത് ഹണി ഒരു മഹാമനസ്കത, ഒരു വലിയ മനസ്സ് കാണിക്കണമെന്നാണ് ഹണിയോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. രാഹുൽ ഈശ്വർ പറയുന്നത്, കയ്യും കാലും തല്ലി ഒടിച്ച ആ കഥാപാത്രത്തിന് വിശാല മനസ്കനായ മറ്റേ കഥാപാത്രം മാപ്പ് കൊടുത്തു എന്ന് ജനാർദ്ദനൻ്റെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ ഈ കേസിൽ അങ്ങനെ മാപ്പ് കൊടുക്കണമെന്നാണ് ഒരു പക്ഷേ പറയുന്നത്. നേരത്തെ കേരള വിഷൻ ന്യൂസിനോട് സംസാരിച്ച സമയത്ത് രാഹുൽ ഈശ്വർ നടത്തിയ സംഭാഷണമാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് വീണ്ടും കാണിക്കുകയുണ്ടായത്. ആ സമയത്ത് രാഹുൽ ഈശ്വറിനോട് തിരിച്ചു ചോദിക്കേണ്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഹണി റോസ് ഓവറായിട്ട് വസ്ത്രം ധരിക്കുന്നു, ഓവറായിട്ട് വസ്ത്രം ധരിക്കുന്നത് ആണല്ലോ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് താല്പര്യം. അമിതമായിട്ട് വസ്ത്രം ധരിക്കുക, ഒരു വസ്ത്രം അതിന് മുകളിൽ വേറൊരു വസ്ത്രം, അങ്ങനെ പരിപൂർണമായ നഗ്നത മറയ്ക്കുന്നതിനെയാണല്ലോ ഓവറായിട്ട് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഹണി റോസ് മിതത്വം പാലിക്കണമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. മിതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക, മിതമായി ഭക്ഷണം കഴിക്കുക, മിതമായി സംസാരിക്കുക. മിതത്വം വസ്ത്രധാരണത്തിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ ഉള്ള വസ്ത്രം അഴിച്ച് കളയുക എന്നാണ്. അപ്പോൾ ഹണി റോസ് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കണമെന്നാണോ മിതത്വം വേണമെന്ന് പറയുന്നതിലൂടെ രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുന്നത്? എല്ലാ കാര്യങ്ങളിലും ഭാഷാശുദ്ധിയോടുകൂടി അർത്ഥം അറിഞ്ഞ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് ഏത് കാര്യത്തെയും നിർവീര്യമാക്കാനുള്ള കഴിവുണ്ടാകുമെന്ന് ഹണി റോസ് പറഞ്ഞതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. അടുത്ത വാർത്തയിലേക്ക്. MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അബിന പീച്ചിറക്കൽ വിവരങ്ങളുമായിട്ട് ചേരുന്നു. എന്ത് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്?